പത്തനംതിട്ട പന്തളത്ത് വെള്ളത്തിൽ വീണ ഒരാളെ കാണാതായി. ചേരിക്കൽ ചെറുമലയിലാണ് ഒരാൾ വെള്ളത്തിൽ വീണത്. അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടരുന്നു. ജില്ലയിൽ മഴ മാറി നിൽക്കുന്നുവെന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് പലയിടത്തും തുടരുകയാണ്. റാന്നി ആറന്മുള മേഖലകളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടുള്ളത്. ഗോകുലാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ഗോകുൽ, എന്തായാലും ഇടയ്ക്കൊന്ന് ആശ്വാസമായെങ്കിലും വീണ്ടും മഴ പെയ്തു ഒരു ആശങ്കയ്ക്ക് വസ്തുതയായിരുന്നു. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ജില്ലയിൽ? ഹരിശ്രീ, ഉച്ചയ്ക്ക് ശേഷം മഴ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയും ഇതുപോലെ തന്നെ പകൽ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ രാത്രിയിലാണ് കനത്ത മഴ പെയ്യുകയുണ്ടായത്. തുടർന്ന് രാവിലെ വീണ്ടും സാഹചര്യങ്ങൾ വഷളാകുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നിപ്പോൾ പകല് കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പൂർണ്ണമായിട്ട് മഴ തോർന്നിരിക്കുകയാണ്. മഴ തോർന്നെങ്കിൽ പോലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ആറന്മുള റാന്നി ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ പമ്പാ നദിയിലടക്കം ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്തത്. പമ്പാ നദി കരകവിഞ്ഞിട്ട് വെള്ളം പല ഭാഗങ്ങളിലേക്കും കരയിലേക്ക് കയറി വെള്ളക്കെട്ട് അതേപോലെ തന്നെ തുടരുന്നൊരു സാഹചര്യമുള്ളത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മത്സ്യബന്ധന ബോട്ടുകളാണ്. ഇവരുടെ നേതൃത്വത്തിൽ നിരവധി ബോട്ടുകൾ ആറന്മുളയിൽ അതോടൊപ്പം തന്നെ പത്തനംതിട്ടയുടെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ ബോട്ടുകൾ വന്ന് രക്ഷാപ്രവർത്തനമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായത്. പന്തളം ചേരിക്കലിൽ ഒരു യുവാവ് വെള്ളത്തിൽ വീണു. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിങ്ങാലിപ്പുഞ്ചയിൽ നീന്തുന്നതിനിടെയാണ് യുവാവ് മുങ്ങിപ്പോയത്. മുടിയൂർക്കോണം ചെറുമല സ്വദേശിയായിട്ടുള്ള 32 വയസ്സുള്ള ലെനിൻ മുരളി എന്ന് പറയുന്ന യുവാവാണ്. ഇത്തരത്തിൽ യുവാവിനെയാണ് കാണാതായിട്ടുള്ളത്. ഇയാൾക്ക് വേണ്ടിയിട്ട് അടൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മറ്റു ഭാഗങ്ങളിൽ ഈ രീതിയിൽ രക്ഷാപ്രവർത്തന നടപടികളടക്കം തുടർന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, നിങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത്? ഉണ്ണീശ്വര പള്ളിയെടുത്ത മൂതാക്കാരെ അവരെ രക്ഷിക്കാണ്ട് വന്നതാ. ഇതുവരെ ഞങ്ങൾ ഒരു ആനുകൂല്യമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. പെട്രോൾ മേടിക്കാൻ പെട്രോൾ മേടിച്ചിട്ട് ഇപ്പം ഒരു മണിക്കൂർ 2 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എപ്പോൾ ഇറങ്ങിയത്? കൊല്ലത്തിൽ നിന്ന് ഇറങ്ങിയത് 10 മണിക്ക് ഇറങ്ങിയത്. എന്തായാലും അങ്ങനെ ഒരു പരാതിയും കൂടെ ഉയർന്നു വരുന്നുണ്ട് ഹരിശ്രീ. അതായത് ഈ ബോട്ടുകൾ ഇവിടെ കൊണ്ടുവന്നു. ആദ്യഘട്ടത്തിൽ കുറച്ച് ബോട്ടുകൾ പോയി, പക്ഷേ ഇപ്പോൾ ഇവർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പെട്രോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിവിടെയുള്ള അധികൃതരാണ് ഏർപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 ബോട്ടുകൾ പെട്രോൾ ഇല്ലാതെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവർക്ക് അവിടെ നിന്നും പെട്രോൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ 4-5 ബോട്ടുകൾ ഇതിനു മുമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം, ഏറെ ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് പല ഈ രക്ഷാപ്രവർത്തനവുമായി തിരിച്ചു വരുന്ന ആളുകൾ, പ്രവർത്തകർ പറയുന്നത് പല ആളുകളെയും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ്. വീടിന് മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് ആളുകൾ, പക്ഷേ തങ്ങൾ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം. തങ്ങൾ സുരക്ഷിതരാണ്, 2ാം നിലയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നു. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ആ ഒരു പരാതി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരെ അവർ പറഞ്ഞു വിടുകയാണ് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് വലിയൊരു അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ്. കാരണം അവരുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തീർന്നു കഴിയുമ്പോൾ അവർ ആകെ പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ അവരോടൊപ്പം കരയിലേക്ക് എത്തുക, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ജനങ്ങൾ കാണിക്കണമെന്നുള്ള ആവശ്യം ഫയർഫോഴ്സിൻ്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിനുവേണ്ടി ജനപ്രതിനിധികളെ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഇങ്ങനെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി അവരെ രക്ഷാപ്രവർത്തകരോടൊപ്പം വണ്ടിയിൽ കയറ്റി വെള്ളത്തിൽ കയറ്റി കരയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പല ആളുകളും ഇപ്പോഴും വരാൻ മടിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഈ രീതിയിൽ റാന്നി ആറന്മുള മേഖലയിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മേഖലയിൽ ഇനി വെള്ളം ഇറങ്ങുകയാണെങ്കിൽ തന്നെ അത് അപ്പർ കുട്ടനാടൻ മേഖലകളെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതായത് ആറന്മുളയിൽ നിന്നും റാന്നിയിൽ നിന്നുമൊക്കെ ഒഴുകി പോകുന്ന വെള്ളം എത്തുന്നത് ഇനി ചെങ്ങന്നൂർ അതോടൊപ്പം തന്നെ തിരുവല്ല ഭാഗങ്ങളിലേക്കൊക്കെയാണ്. ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ രാവിലെ തന്നെ ആ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പർ കുട്ടനാടൻ മേഖലയാണ് ചെങ്ങന്നൂർ, തിരുവല്ലയൊക്കെ. ആ ഭാഗങ്ങളിലും എന്തായാലും ഇനി വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായേക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ എന്തായാലും എല്ലാ താലൂക്കുകളിലും നിലവിൽ ദുരിതാശ്വാസ
ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1000-ലധികം ആളുകൾ ആ ക്യാമ്പുകളിൽ ഇപ്പോൾ തങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ബാക്കി സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു അനുകൂല അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമൊക്കെ അധികം ദുർഘടമല്ലാത്ത രീതിയിൽ നടത്തുവാനായിട്ടും സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, അതല്ലെങ്കിൽ വലിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. ഇന്നലെ രാത്രി വനമേഖലയിലാണ് കൂടുതലായിട്ട് മഴ പെയ്തത്. പ്രത്യേകിച്ച് ശബരിമല മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ പെയ്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വെള്ളക്കെട്ട് രാവിലെ അനുഭവപ്പെട്ടത്. എന്തായാലും ഇന്ന് രാത്രി മഴ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ആശ്വാസത്തിന് വകയുണ്ടാകും. നാളത്തേക്ക് വെള്ളം കൂടുതലായിട്ട് ഉൾവലിയും, അത് ഒരു ആശ്വാസമാകും. അതല്ല, രാത്രി മഴ പെയ്യുകയാണെങ്കിൽ സാഹചര്യങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ തുടരുമെന്നുള്ളതാണ് അധികൃതർ തന്നെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും പരമാവധി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെ മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും അതോടൊപ്പം തന്നെ മരുന്നുകളും ഒക്കെ കൃത്യമായിട്ട് എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൊല്ലത്ത് നിന്നും മത്സ്യബന്ധന തൊഴിലാളികൾ കൂടി എത്തിയത് ഏറെ ആശ്വാസകരം തന്നെയാണ്. കൂടുതൽ അവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.